ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 500 ഗ്രാം ഡക്ക്, 2 പീസസ് ഓണിയൻസ്, മീഡിയം ആകാം, തീരെ ചെറുതാണെങ്കിൽ 3 ഓണിയൻസ് ആഡ് ചെയ്യുന്നതാണ്. ജിഞ്ചർ ആൻഡ് ഗാർലിക്, either you can add as a paste form or else you can cut it into small pieces. 2 ടൊമാറ്റോ, ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ്, കോക്കനട്ട് സ്ലൈസസ് തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി കറി ആവശ്യമാണ്, റോസ്റ്റ് ആവശ്യമാണെങ്കിൽ യു ക്യാൻ ആഡ് മോർ ഗ്രീൻ ചില്ലീസ്. കറി ലീവ്സ് ആൻഡ് കോക്കനട്ട് സ്ലൈസസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇഫ് യു ആഡ് ദാറ്റ് ഓൾസോ ഇറ്റ് വിൽ ടേക്ക് ദ കറി അനദർ ലെവൽ. മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക്, 1.5 ടീസ്പൂൺ പെപ്പർ. പെപ്പർ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഡക്ക് കറി പീസായിട്ട് കട്ട് ചെയ്തതിനു ശേഷം നന്നായി കഴുകി വെള്ളം വാലാൻ വെക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒനിയൻസും ജിഞ്ചറും ഗാർലിക്കും കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 3 സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ, എനി ഓയിൽ യു ക്യാൻ ചൂസ്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ പ്രിഫർ ചെയ്യാം. കോക്കനട്ട് ഓയിൽ ടേസ്റ്റ് വെരി ഗുഡ്. കടായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക. നല്ല ജീരകമല്ല, പെരുംജീരകം തന്നെ ചേർക്കണം. അതിനുശേഷം ഹോൾ സ്പൈസസ് ചേർക്കാം. 1 മിനിറ്റ് നന്നായി ഇളക്കിയതിനു ശേഷം ഗാർലിക് ആൻഡ് ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. ഗാർലിക് ഇൻഫ്യൂസ്ഡ് ഓയിലിലേക്ക് ഓണിയൻസ് ചേർക്കാം. ഓണിയൻസ് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ സ്റ്റേജിൽ കുറച്ച് സോൾട്ട് ചേർക്കുകയാണെങ്കിൽ ഓണിയൻസ് പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആകും. അതിനുശേഷം ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വൺസ് ഇറ്റ് ഈസ് സോട്ടഡ് വിൽ ആഡ് ഓൾ മസാലാസ് എക്സെപ്റ്റ് പെപ്പർ. അതിനുശേഷം നന്നായി ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ചു വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. കഴുകി വാലാൻ വെച്ചിരിക്കുന്ന ഡക്ക് പീസസ് ഇനി കടായിലേക്ക് ഇടാം. നന്നായി മസാലയുമായി മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 2 to 2.5 കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ കണ്ടിന്യൂ വിത്ത് കടായി. അതർവൈസ് ഈ സമയത്ത് ഒരു കുക്കർ ഉപയോഗിച്ചാൽ യു ക്യാൻ സേവ് മോർ ടൈം. ഞാൻ കടായി പ്രിഫർ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് സമയം ഇല്ല എങ്കിൽ ഈ സമയത്ത് ഈ കറി മുഴുവൻ ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് 3-4 വിസിലിന് വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഒരു 3 വിസിലിന് ശേഷം നന്നായി കുക്ക് ചെയ്ത് കിട്ടും. പക്ഷെ പാനിൽ ചെയ്യുന്ന ഡക്ക് റോസ്റ്റ് ടൈം എടുക്കും. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക് കടായി ആണെങ്കിലും ഇടയ്ക്കിടെ അടിതട്ടി ഇളക്കി. നോൺ സ്റ്റിക് കടായി ആണെങ്കിലും ഇടയ്ക്കിടെ അടിതട്ടി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഗ്രേവി ആവശ്യത്തിന് നോക്കിയിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഈ സമയത്ത് കറി ലീവ്സ് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചു നേരം പാൻ അടച്ചു വെക്കണം. സെർവ് ചെയ്യുന്നതിന് മിനിമം 30 മിനിറ്റ് എങ്കിലും അടച്ചു വെക്കണം. ദിസ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ഗുഡ് അരോമ.